السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ അടിത്തറയായ ഉസൂലുൽ ഈമാൻ അഥവാ ഈമാനിൻ്റെ 6 അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മൾ പഠനം ആരംഭിച്ചത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ തൗഫീഖിനാൽ അതിൽ ഒന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ ഈമാനു ബില്ലാഹ് എന്ന കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിലുള്ള ഈമാൻ എന്നത് 4 കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വുജൂദ്, ഇങ്ങനെ ഒരു സ്രഷ്ടാവുണ്ട്, അള്ളാഹു ഉണ്ട് എന്നത് വിശ്വസിച്ചിരിക്കണം. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്ത് അഥവാ അള്ളാഹു ആണ് റബ്ബ്, സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും അധികാരപ്പെടുത്തുകയും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും അങ്ങനെ തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ ഏകനാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യണം. മൂന്നാമത്തെ കാര്യം, അള്ളാഹു റബ്ബുൽ ആലമീൻ അവനാണ് ആരാധനക്കർഹതയുള്ള ഇലാഹ്, ആരാധ്യൻ. അനേകം ആരാധ്യന്മാരുണ്ട്, പക്ഷേ അവർക്കൊന്നും ആരാധനക്കർഹതയില്ല. എന്തുകൊണ്ട്? തൊട്ടു മുന്നേ പറഞ്ഞ റുബൂബിയത്ത് അള്ളാഹുവിൻ്റെത് മാത്രമാണ്, അവന് മാത്രമേ അത് അവകാശമുള്ളൂ. സൃഷ്ടിപ്പും നിയന്ത്രണവും ഒക്കെ അള്ളാഹുവിൻ്റെ അധികാരപരിധിയിലാണ്. അതുകൊണ്ട് ആ റബ്ബിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ. ആരാധനയുടെ വിഷയത്തിൽ അവൻ ഏകനാണ്. നാലാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും നല്ല നാമങ്ങളുണ്ട്, അതിലടങ്ങിയ വിശേഷണങ്ങളുണ്ട്. അൽ അസ്മാ ഉൽ ഹുസ്ന അഥവാ അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങൾ, ആ നാമങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. നമുക്ക് അള്ളാഹു അറിയിച്ചു തന്ന നാമങ്ങൾ 99 നാമങ്ങളാണ് എന്ന് ഖുർആനും സുന്നത്തും പരിശോധിച്ചാൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. അതാര് പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് മുഖേന അള്ളാഹുവിനോട് വിളിച്ചു തേടുന്നോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നും നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നാമങ്ങളെല്ലാം അള്ളാഹുവിനുള്ളതാണ് എന്ന് നാം സ്ഥിരപ്പെടുത്തണം, അതിൽ വിശ്വസിക്കണം. അതുപോലെ തന്നെ അതിലടങ്ങിയ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ അത്യുന്നതമായ വിശേഷണങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. അത് അള്ളാഹുവിന് മാത്രമേ വകവെച്ചു കൊടുക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും അള്ളാഹുവിൻ്റെ നാമങ്ങളോ വിശേഷണങ്ങളോ വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. ഇങ്ങനെ 4 സുപ്രധാനമായ അടിസ്ഥാനങ്ങളാണ് അൽ ഈമാനു ബില്ലാഹ് എന്ന കാര്യത്തിനുള്ളത്. ഇതൊരാൾ പഠിച്ചു പ്രാവർത്തികമാക്കി ഈമാനായി ഹൃദയത്തിൽ കൊണ്ടു നടന്നാൽ അയാളുടെ അൽ ഈമാനു ബില്ലാഹ് എന്നത് ശരിയാകും. കാരണം പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും വന്ന അടിസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞ
അടിസ്ഥാനങ്ങൾ. രണ്ടാമതായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിൻ്റെ അടിത്തറയായി അടിസ്ഥാനമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അൽ ഈമാനു ബില്ലാഹി വ മലായികതിഹി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ച പ്രസിദ്ധമായ ആ ഹദീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈമാൻ അറിയിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് 6 ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിലൊന്നാമത്തത് അൽ ഈമാനു ബില്ലാഹ്, അതാണിപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തത് വ മലായികതിഹി അഥവാ അൽ ഈമാനു ബിൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകളിലുള്ള വിശ്വാസം. അള്ളാഹുവിൻ്റെ മലക്കുകളിലുള്ള വിശ്വാസം എന്നത് നമ്മുടെ ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ അടിത്തറയാണ്. ഈ വിശ്വാസത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട്. കാരണം മലക്കുകൾ എന്ന ഒരു സൃഷ്ടി, ആ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം തീർത്തും നമ്മെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമാണ്. നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുകയില്ല. അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു എന്നതിൽ അപ്പുറത്തേക്ക് നമുക്ക് മലക്കുകളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തിന് അള്ളാഹു പുകഴ്ത്തിയ പ്രശംസിച്ച ഒരു മാധുര്യം കൂടിയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞു, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാകുന്നു ഗ്രന്ഥം അഥവാ പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. ഈ കിതാബിൽ യാതൊരു സംശയവുമില്ല, ഇത് അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ്, ഇറങ്ങിയതാണ്. ഹുദൻ ലിൽ മുത്തഖീൻ, തഖ്വ പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സന്മാർഗമുണ്ട്, മാർഗദർശനമുണ്ട് ഈ കിതാബിൽ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു അല്ലദീന, അവർ എങ്ങനെയുള്ളവരാണ്, അഥവാ മുത്തഖീങ്ങളെക്കുറിച്ച്, തഖ്വ പാലിച്ച ആളുകളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു യുഅ്മിനൂന ബിൽ ഗൈബി, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഈ മലക്കുകളിലുള്ള വിശ്വാസം എന്നത് സഹോദരങ്ങളെ അള്ളാഹു ഇവിടെ പുകഴ്ത്തി പറഞ്ഞ ഗൈബിയായ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ അതൊരാൾ ഉൾക്കൊള്ളുക എന്നത് വളരെ മഹത്തരമായ കാര്യമാണ്. എല്ലാം കണ്ടിട്ടേ വിശ്വസിക്കുകയുള്ളൂ, എല്ലാം തൊട്ടറിഞ്ഞിട്ടേ വിശ്വസിക്കുകയുള്ളൂ എന്ന ഒരു നിലപാട് മുഅ്മിനീങ്ങൾക്കില്ല. മറിച്ച് അള്ളാഹു പറഞ്ഞു, അള്ളാഹു അയച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടാൽ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ. മലക്കുകളെക്കുറിച്ച് ഇതാണ് നമ്മുടെ അവസ്ഥ. അള്ളാഹു പറഞ്ഞു ഇങ്ങനെ മലക്കുകളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മലക്കുകളെക്കുറിച്ച്. അതിൽ മുഅ്മിനീങ്ങൾ യാതൊരു സംശയവുമില്ലാതെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിശ്വാസമെന്നത് പ്രത്യേകതയുണ്ട് ഇതിന്. അൽ മലായിക എന്ന് പറഞ്ഞാൽ മലക്കുൻ എന്ന വാക്കിൻ്റെ ബഹുവചനമാണ്. മലക്കുൻ എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് മലായിക. മലക്കുൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിൽ നിന്ന് സന്ദേശവുമായി വരുന്നവർ, അള്ളാഹുവിൻ്റെ സന്ദേശവാഹകർ എന്ന് ഈ വാക്കിനർത്ഥമുണ്ട്. അതുപോലെ തന്നെ വേറെ ചില ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞു, മീമും ലാമും ക്യാഫും, ഈ 3 അക്ഷരങ്ങളാണ് മലക്കുൻ എന്ന വാക്കിലുള്ളത്. മീം, ക്യാഫ്, ലാം. ഇത് ചേർന്ന് വന്നാൽ ശക്തിയെ അറിയിക്കുന്നു, അഥവാ നല്ല ശക്തിയുള്ളവരാണ് എന്നാണ് മലക്കുൻ എന്ന വാക്കിൻ്റെ അർത്ഥം. രണ്ടായിരുന്നാലും മലക്കുകൾക്ക് അത് യോജിച്ചതാണ്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും, കൂടുതൽ വ്യക്തമാകും. അപ്പം മലക്കുൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, ഭാഷാപരമായ അർത്ഥം ഇതാണ്. അൽ ഈമാനു ബിൽ മലായിക എന്ന കാര്യത്തിൽ 4 അടിസ്ഥാനങ്ങളാണുള്ളത്.
4 അടിത്തറകൾ പൂർത്തീകരിച്ചാൽ നമ്മുടെ അൽ ഈമാനു ബില്ലാഹ് എന്നത് ശരിയാകും. അതിൽ ഒന്നാമത്തേത് അൽ ഈമാനു ബി വുജൂദിഹിം, അവരുടെ മലക്കുകളുണ്ട് എന്ന കാര്യത്തിൽ വിശ്വസിക്കലാണ്. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നു. അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞു, ബൽ ഇബാദും മുക്രമൂൻ. അള്ളാഹുവിൻ്റെ മലക്കുകൾ എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളായ സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞു, വഖാലു ഇത്തഖദർ റഹ്മാനു വലദൻ, റഹ്മാനായ റബ്ബ് സന്താനങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. അള്ളാഹു അതിന് മറുപടി പറഞ്ഞു, സുബ്ഹാനഹു, അള്ളാഹുവിനത് യോജിച്ചതല്ല, അവൻ പരിശുദ്ധനാണ്. അവനൊരു ഇണയോ തുണയോ സന്താനങ്ങളോ ഒന്നും അള്ളാഹുവിന് അനുയോജ്യമല്ല, കാരണം അവൻ ഏകനാണ്. എന്നിട്ട് പറഞ്ഞു, ബൽ ഇബാദും മുക്രമൂൻ, അള്ളാഹുവിൻ്റെ മലക്കുകളെ അള്ളാഹുവിൻ്റെ മക്കളായി, അള്ളാഹുവിൻ്റെ പെൺമക്കളായി, അള്ളാഹുവിൻ്റെ സന്താനങ്ങളായി ഈ ആളുകൾ നബിമാരെയും മലക്കുകളെയും ഒക്കെ പറയാറുണ്ട്. മലക്കുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, അവർ ഇബാദുൻ, അള്ളാഹുവിൻ്റെ അടിമകളാണ്, മുക്രമൂൻ, ആദരണീയരായ അടിമകളാണ്. അഥവാ അള്ളാഹുവിൻ്റെ ആദരണീയരായ അടിമകളാകുന്നു മലക്കുകൾ. സൂറത്തുൽ അംബിയായിൽ നമുക്ക് കാണാം. അപ്പോൾ മലക്കുകൾ എന്ന് പറഞ്ഞാൽ ഖൽഖും മിൻ ഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരു സൃഷ്ടി മാത്രമാണ്. അഥവാ അവർ അള്ളാഹുവിൻ്റെ അടിമകളാണ്. മനുഷ്യരെ പോലെ ജിന്നുകളെ പോലെ അള്ളാഹുവിൻ്റെ അടിമകളാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹു ജിന്നുവർഗങ്ങളെയും മനുഷ്യരെയും സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ ഈ 2 വിഭാഗങ്ങൾക്കും അള്ളാഹു തിരഞ്ഞെടുക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. 2 മാർഗങ്ങൾ കാണിച്ചു. ഒന്നല്ലെങ്കിൽ നന്ദിയുള്ളവരായി ജീവിക്കാം, അതല്ലെങ്കിൽ നന്ദി കെട്ടവരായി ജീവിക്കാം. നന്ദിയുള്ളവരായി ജീവിച്ചാൽ അള്ളാഹു സ്വർഗത്തിലാക്കും, നന്ദിയില്ലാത്തവരായി ജീവിച്ചാൽ അള്ളാഹു കത്തിയെരിയുന്ന നരകത്തിലേക്കും പറഞ്ഞേക്കും. ഈ കാര്യം ജിന്നുകൾക്കും മനുഷ്യർക്കും മാത്രം ബാധകമാണ്. എന്നാൽ അള്ളാഹു മലക്കുകളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ല. മറിച്ച് മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരിലും ജിന്നുവർഗങ്ങളിലും സത്യവിശ്വാസികളുമുണ്ട്, സത്യനിഷേധികളുമുണ്ട്, അള്ളാഹുവിനെ അനുസരിക്കുന്നവരും അല്ലാത്തവരുമുണ്ട്. എന്നാൽ മലക്കുകളിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവർ മാത്രമേ ഉള്ളൂ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരില്ല. അള്ളാഹു പറഞ്ഞു, ലാ യസ്ബിഖൂനഹു ബിൽ ഖൗൽ വഹും ബിഅംരിഹി യഅമലൂൻ, ഒരു വാക്ക് കൊണ്ടുപോലും അവർ അള്ളാഹുവിനെ മുൻകടക്കുകയില്ല. മറിച്ച് അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് അത് കൃത്യമായി പ്രവർത്തിക്കുന്നവരാകുന്നു അള്ളാഹുവിൻ്റെ മലക്കുകൾ. സഹോദരങ്ങളെ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അധികാരവും അവൻ്റെ കഴിവും അറിയിക്കുന്ന കാര്യമാണിത്. അള്ളാഹു അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ സൃഷ്ടിക്കും. അള്ളാഹുവിനെ അനുസരിക്കുന്നവരായി മാത്രം ഒരു വിഭാഗത്തെ അള്ളാഹു സൃഷ്ടിച്ചു. അള്ളാഹുവിനെ അനുസരിക്കുന്നവരായും അല്ലാത്തവരായും അള്ളാഹു വേറെ ചില വിഭാഗങ്ങളെ സൃഷ്ടിച്ചു. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അവർ അള്ളാഹുവിനെ സദാസമയം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കും. അള്ളാഹു പറഞ്ഞു, വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വലാ യസ്തഹ്സിറൂൻ യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാറ ലാ യഫ്തുറൂൻ. ആകാശഭൂമികൾ അള്ളാഹുവിനുള്ളതാകുന്നു, അള്ളാഹു ആകുന്നതിൻ്റെ ഉടമസ്ഥൻ. വമൻ ഇൻദഹു, അവൻ്റെ അരികിലുള്ളവർ അഥവാ അള്ളാഹുവിൻ്റെ മലക്കുകൾ. ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ അവർ
അഹങ്കാരം നടിക്കുകയില്ല. വലാ യസ്തഹ്സിറൂൻ, അവർക്ക് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തത് മടുപ്പ് തോന്നുകയില്ല. അള്ളാഹുവിന് നിരന്തരം രാപ്പകലുകളില്ലാതെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണവർ, ഒരു ഇടവേള പോലും എടുക്കാതെ. സൂറത്തുൽ അംബിയായിൽ നമുക്ക് ഈ കാര്യം കാണാം. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി, അവന് സദാസമയം ഇബാദത്തുകൾ ചെയ്യുവാൻ വേണ്ടി ഒരു നിലക്കും അഹങ്കാരം കാണിക്കാതെ മടുപ്പില്ലാതെ റബ്ബിന് തസ്ബീഹ് ചെയ്തുകൊണ്ട് ആരാധനാ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അങ്ങനെ ജീവിക്കുവാൻ വേണ്ടിയാണ് മലക്കുകളെ സൃഷ്ടിച്ചത്. ഇങ്ങനെ ഒരു വിഭാഗമുണ്ട് എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ വിശ്വാസം. അള്ളാഹുവിൻ്റെ മലക്കുകളുള്ള വിശ്വാസത്തിൽ ഒന്നാമത്തെ കാര്യം, മലക്കുകൾ എന്നൊരു വിഭാഗമുണ്ട്. അത് കേവലം കെട്ടുകഥകളല്ല, ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചതോ അതല്ലെങ്കിൽ തോന്നിയതുപോലെ എന്തെങ്കിലും ഭാവനയോ ഒന്നുമല്ല. മറിച്ച് മനുഷ്യരെപ്പോലെ ജിന്നുകളെപ്പോലെ മറ്റു ജീവജാലങ്ങളെപ്പോലെ അള്ളാഹുവിന് മലക്കുകൾ എന്ന ഒരു സൃഷ്ടി വിഭാഗം ഉണ്ട്. അള്ളാഹു അവരെ നമ്മിൽ നിന്നും മറച്ചു വച്ചിരിക്കുന്നു. അള്ളാഹു നേർക്ക് നേരെ മനുഷ്യർ പരസ്പരം കാണുന്നത് പോലെ, മറ്റു ജീവജാലങ്ങൾ പരസ്പരം കാണുന്നത് പോലെ നോക്കിക്കാണുകയില്ല. അവരെ അള്ളാഹു മറച്ചു വെച്ചു. പണ്ഡിതന്മാർ, മഹാന്മാരായ ഉലമാക്കൾ അള്ളാഹു മലക്കുകളെ നമ്മെ തൊട്ട് മറച്ചു വെച്ചതിൻ്റെ പിന്നിൽ 2 യുക്തികളുണ്ട് എന്ന് പറഞ്ഞു. 2 കാര്യങ്ങൾ. അതിലൊന്നാമത്തേത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മലക്കുകളുണ്ട് എന്ന വിശ്വാസം തീർത്തും അദൃശ്യമായ വിശ്വാസമാണ്. ഒരാൾ എല്ലാം കണ്ടും കേട്ടും തൊട്ടറിഞ്ഞും മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നതിനേക്കാൾ അള്ളാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു എന്നത് കേട്ട ഉടനെ വിശ്വസിക്കുന്ന ഒരു ഈമാനിനാണ് പ്രത്യേകത കൂടുതൽ. എല്ലാം കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്നതിനേക്കാൾ കണ്ടില്ലെങ്കിലും ശരി കേട്ടില്ലെങ്കിലും ശരി ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഈമാൻ അത് കേട്ട ഉടനെ വിശ്വസിക്കുന്നു, അതാണ് സ്തുത്യർഹമായ ഈമാൻ. അങ്ങനെ ഒരു ഈമാനിൻ്റെ മാധുര്യം നുകരാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മൾ കാണുന്നില്ല, ഒരു നിലക്കും തൊട്ടറിയുന്നില്ല, നമുക്കെന്തെങ്കിലും ഒരു ബന്ധം അവരുമായില്ല. എന്നിട്ടും ഓരോ മുസ്ലിമും ഉറച്ചു വിശ്വസിക്കുന്നു ഇങ്ങനെ മലക്കുകൾ ഉണ്ട്. ഖുർആനിലും സുന്നത്തിലും അള്ളാഹു അറിയിച്ചു തന്ന രൂപത്തിൽ മലക്കുകളിൽ ഓരോ മുസ്ലിമും വിശ്വസിക്കുന്നു, ഈമാനിൻ്റെ അടിത്തറയായി വിശ്വസിക്കുന്നു. അതാണ് സ്തുത്യർഹമായ ഈമാൻ. അതാണ് യഥാർത്ഥത്തിൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് അള്ളാഹു പറയുമ്പോൾ അതിൻ്റെ കാര്യം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, മലക്കുകൾ എന്ന ഒരു സൃഷ്ടി വിഭാഗം, അവരെ മനുഷ്യർ നേർക്ക് നേരെ കണ്ടുകഴിഞ്ഞാൽ ചെറിയ ദുർബലരായ മനുഷ്യർ ഈ മലക്കുകളെ കണ്ടാൽ ഒരുപക്ഷെ ബോധരഹിതരായി വീണുപോകാൻ സാധ്യതയുണ്ട്. അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതിനു മാത്രം വ്യത്യസ്തമായ രൂപമാണ് മലക്കുകളുടേത്. ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും. വിശദീകരിക്കുമ്പോൾ മലക്കുകളുടെ രൂപവും അവർക്കുള്ള പ്രത്യേകമായ വിശേഷണങ്ങളും പറയും. അപ്പം മലക്കുകളെ നേർക്ക് നേരെ കണ്ടാൽ ഒരുപക്ഷെ മനുഷ്യർക്ക് പ്രയാസമുണ്ടായേക്കാം, അവരുടെ ശബ്ദം കേട്ടാൽ, അവരുടെ ആ രൂപം കണ്ടാൽ. അതുകൊണ്ടായിരിക്കണം അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചത്. ഇങ്ങനെ 2 സുപ്രധാനമായ യുക്തിയാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില സന്ദർഭത്തിൽ മലക്കുകൾ സൃഷ്ടികളുടെ അടുക്കലേക്ക്, അഥവാ നബിമാരുടെ അടുക്കലേക്ക്, അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവരുടെ അടുക്കലേക്ക് മനുഷ്യരൂപത്തിൽ വന്നേക്കാം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. മനുഷ്യരൂപത്തിലാണ് വന്നത്. സഹാബികൾ പറഞ്ഞ വാക്കുകൾ നമ്മൾ വായിച്ചു. ഹദീസു ജിബ്രീൽ. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞില്ലേ, നല്ല വെളുവെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് കറുകറുത്ത മുടിയാണ് ആ വ്യക്തിക്ക്, യാത്ര ചെയ്തു വന്ന ഒരു അടയാളവും ഇല്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കയറി വന്നു, ഇരുന്നു, സംസാരിച്ചു, ചോദ്യങ്ങൾ ചോദിച്ചു, മറുപടി പറഞ്ഞു, കേട്ടു, എന്നിട്ട് തിരിച്ചുപോയി. അതുപോലെ നമുക്ക് കാണാം പരിശുദ്ധ ഖുർആനിൽ മറിയം റളിയല്ലാഹു അൻഹ അവരുടെ അരികിലേക്ക് നല്ല ഒത്ത രൂപത്തിൽ മലക്ക് വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അവർ തിരിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്നവരുടെ അരികിലേക്ക് ചില സന്ദർഭത്തിൽ മലക്കുകൾ വരും, മനുഷ്യരൂപത്തിൽ, അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ 2 തവണ കണ്ടിട്ടുണ്ട്. 2 തവണ ജിബ്രീലിൻ്റെ തനതായ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. കൂടുതലും മനുഷ്യരൂപത്തിലാണ് വരാറുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒന്നാമത്തെ കാര്യം. മലക്കുകൾ എന്ന ഒരു സൃഷ്ടി വിഭാഗത്തിൽ നമ്മൾ വിശ്വസിക്കണം. അവർ ഇങ്ങനെ ഒരു വിഭാഗമുണ്ട് എന്നത് നമ്മൾ വിശ്വസിക്കണം. രണ്ടാമത്തെ അടിസ്ഥാനം, മലക്കുകളിൽ നിന്നും ചിലരുടെ പേരുകൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പേരുകൾ പറഞ്ഞു തന്നവരിൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. പേരുകൾ പറഞ്ഞു തരാത്ത മലക്കുകളിൽ മൊത്തത്തിൽ നമ്മൾ വിശ്വസിക്കണം. ഇത് മലക്കുകളിലുള്ള വിശ്വാസത്തിൽ രണ്ടാമത്തെ അടിത്തറയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലും ചില മലക്കുകളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഖുർആനിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് വന്നിട്ടുണ്ട്. മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് വന്നിട്ടുണ്ട്. ഹദീസുകളിൽ ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ തുടങ്ങി ചില പേരുകൾ വന്നിട്ടുണ്ട്. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ മാലിക് എന്ന ഒരു മലക്കിൻ്റെ പേര് വന്നിട്ടുണ്ട്. അതുപോലെ ഹാറൂത്ത് വമാറൂത്ത് സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം. അതുപോലെ മുൻകർ, നക്കീർ, ഇങ്ങനെയുള്ള പേരെടുത്ത് അള്ളാഹു പരാമർശിച്ച മലക്കുകളിൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. പേരു പറയാത്തവരിൽ മൊത്തത്തിൽ നമ്മൾ വിശ്വസിക്കണം. പേരറിഞ്ഞവരിൽ മാത്രമല്ല. അള്ളാഹു പേരു പറഞ്ഞത് വളരെ ചുരുങ്ങിയ മലക്കുകളുടെ പേരുകൾ മാത്രമേ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളൂ. എന്നാൽ അതല്ലാത്ത എല്ലാവരിലും നമ്മൾ വിശ്വസിക്കണം. പേരുകൾ വന്ന ചില തെളിവുകൾ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥനയായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന ഇദാ ഖാമ മിനൽ ലൈലി ഇഫ്തതഹ സ്വലാതഹു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാൽ നിസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥനയായി ഇപ്രകാരം പറയും: അല്ലാഹുമ്മ റബ്ബ ജബറായീല വമീകായീല വഇസ്രാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശ്ശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമാ ഇഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദി മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. സഹീഹ് മുസ്ലിമിലെ ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ, അല്ലാഹുവേ, റബ്ബ ജബറായീൽ, ജബറായീൽ എന്നാൽ ജിബ്രീൽ, വമീകായിൽ, മീകായിൽ അലൈഹിസ്സലാം, വ ഇസ്രാഫീൽ അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ, മീകായിൽ അലൈഹിസ്സലാമിൻ്റെ, ഇസ്രാഫീൽ
അപ്പം അതിൽ 3 മലക്കുകളുടെ പേരുകൾ വന്നു: ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ. ഈ 3 മലക്കുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ 3 മലക്കുകളാണ് മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ. അതിലേറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഈ 3 മലക്കുകൾക്കും ഉള്ള പ്രത്യേകത, ഇവർ ജീവൻ നൽകുന്ന, അതല്ലെങ്കിൽ വറ്റി വരേണ്ടതിന് ശേഷം, മരിച്ചതിന് ശേഷം മനുഷ്യ ഹൃദയങ്ങൾക്ക് ജീവൻ നൽകുന്ന മലക്കുകളാണിവർ. അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയുമായി ഇറങ്ങുന്ന മലക്കാണ്. അജ്ഞത കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും വറ്റി വരണ്ടുപോയ ഹൃദയങ്ങൾക്ക് അറിവിൻ്റെ ജീവൻ നൽകുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. വഹി എന്നത് യഥാർത്ഥത്തിൽ ജീവൻ്റെ തുടിപ്പ് പോലെയാണ്. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യർ വരൾച്ച കൊണ്ട് നിരാശരായി ആകെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ അള്ളാഹു മഴയുമായി ബന്ധപ്പെട്ട കാര്യം ഏൽപ്പിച്ചത് അദ്ദേഹത്തിനാണ്. അദ്ദേഹം ആ മഴ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ പെയ്യിക്കുന്ന കാര്യങ്ങളിൽ വ്യാപൃതനാകും. അപ്പം അങ്ങനെ ഭൂമിക്ക് ജീവൻ നൽകുന്ന കാര്യം അദ്ദേഹമാണ് ചെയ്യുന്നത്. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യർ ആദ്യം ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാഹളത്തിലുള്ള ഊത്ത് കേട്ടുകഴിഞ്ഞാൽ എല്ലാവരും ബോധരഹിതരായി മരിച്ചു വീഴും. പിന്നീട് വീണ്ടും ഒരു ഊത്തുകൂടി അദ്ദേഹം ഊതും. അപ്പോൾ എല്ലാ മനുഷ്യരും എല്ലാവരും വീണ്ടും എഴുന്നേൽക്കും. ഇങ്ങനെ ഈ 3 മലക്കുകൾക്ക് ഇങ്ങനെ പ്രത്യേകതയുണ്ട്. ഈ 3 മലക്കുകളുടെ പേരുകൾ ഒരുമിച്ച് ഒരു പ്രാർത്ഥനയിൽ, ഒരു ഹദീസിൽ വന്നിരിക്കുന്നു. അത് പറയാനാണ് ആ തെളിവ് ഉദ്ധരിച്ചത്. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, സൂറത്തുൽ ബഖറയിൽ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത്ത്. ബാബിൽ അഥവാ ബാബിലോൺ എന്ന സ്ഥലത്ത് അള്ളാഹു റബ്ബുൽ ആലമീൻ 2 മലക്കുകളെ പറഞ്ഞയച്ചു. ഹാറൂത്ത്, മാറൂത്ത് പേരുകൾ പ്രത്യേകം അള്ളാഹു പറഞ്ഞു. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വനാദൗ യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക ഖാല ഇന്നകും മാകിഥൂൻ. നരകത്തിൽ ശിക്ഷകൾ അനുഭവിക്കുന്ന ആളുകൾ നരകത്തിൻ്റെ പാറാവുകാരനായ മലക്കിനെ വിളിക്കുന്നു. വനാദൗ അവർ വിളിക്കും, യാ മാലികു അല്ലയോ മാലിക്കേ. ആ മാലിക് എന്നതിനെ കുറിച്ച് തഫ്സീറുകളിൽ സഹാബികൾ പറഞ്ഞു, വഹുവ ഖാസിനുന്നാർ, നരകത്തിൻ്റെ കാവൽക്കാരൻ്റെ പേരാണ് മാലിക്. ആ മാലിക് എന്ന പേര് അള്ളാഹു ഖുർആനിൽ പരാമർശിച്ചു. നരകക്കാർ മാലിക് എന്ന മലക്കിനെ വിളിച്ചു പറയും, നമ്മെ ഒന്ന് മരിപ്പിക്കാൻ നിന്റെ റബ്ബിനോട് നീ ഒന്ന് പറയണം. അതുപോലെ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുബിറൽ മയ്യിതു അതാഹു മലകാനി അസ്വദാനി അസ്റഖാനി യുഖാലു ലിഅഹദിഹിമാ അൽ മുൻകറു വലിൽ ആഖരി അൻ നകീറു. ഒരു മയ്യിത്ത്, അതല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ ഖബറടക്കപ്പെട്ടാൽ 2 മലക്കുകൾ അയാളുടെ അരികിലേക്ക് വരും. കറുകറുത്ത നീല കണ്ണുകളുള്ള 2 മലക്കുകൾ. അതിലൊരാൾക്ക് മുൻകർ എന്നും മറ്റേയാൾക്ക് നക്കീർ എന്നും പറയപ്പെടും. അപ്പോൾ അൽ മുൻകർ, അൻ നക്കീർ എന്ന 2 പേര് ഹദീസിൽ വന്നിരിക്കുന്നു. ഇങ്ങനെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പേര് പരാമർശിച്ച മലക്കുകളിൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, മാലിക്, മുൻകർ, നക്കീർ, ഹാറൂത്ത്, മാറൂത്ത്, ഇത്രയും പേരുകൾ പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലും നമുക്ക് കാണാം. പറയും ഇൻഷാ അല്ലാഹ് അടുത്ത വരാണ്ട്.
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ മലക്കുകളെക്കുറിച്ച് റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ ദൂതന്മാർ എന്ന് പരാമർശിച്ചിട്ടുണ്ട്. അവർക്ക് മൊത്തത്തിൽ നമുക്ക് പേര് പറയപ്പെട്ട മലക്കുകൾ അല്ലാത്ത മലക്കുകളുമുണ്ട്. അവരെക്കുറിച്ച് അള്ളാഹു റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം അൽ കിറാം അഥവാ ആദരണീയർ, മാന്യന്മാർ എന്ന് അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അൽ ബററ, പുണ്യവാന്മാർ എന്ന് അവരെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. അസ്സഫറ, സന്ദേശവാഹകർ, അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശവുമായി വരുന്നവർ. ജുനൂദുല്ലാഹ്, അള്ളാഹുവിൻ്റെ സൈന്യം എന്നിങ്ങനെയൊക്കെ മലക്കുകളെക്കുറിച്ച് മൊത്തത്തിൽ പരിശുദ്ധ ഖുർആനിൽ പരാമർശം വന്നിട്ടുണ്ട്. ഇതാണ് രണ്ടാമതായി മലക്കുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. അഥവാ അല്ലാഹു റബ്ബുൽ ആലമീൻ പേര് അറിയിച്ചു തന്ന മലക്കുകളിൽ ആ പേരോടെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. പേര് അറിയിച്ചു തരാത്ത മലക്കുകളിൽ മൊത്തത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. രണ്ട് കാര്യങ്ങൾ. മൂന്നാമതായി മലക്കുകളുടെ അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന വിശേഷണങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. മലക്കുകൾക്ക് പ്രത്യേകമായി ചില വിശേഷണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടാണ്. പ്രകാശത്തിൽ നിന്നുമാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലിഖത്തിൽ മലായികതു മിൻ നൂർ, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്തിൽ നിന്നുമാണ്. വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ, ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത് തീയിൽ നിന്നുമാണ്. വഖുലിഖ ആദമു മിമ്മാ വസിഫ ലക്കും, ആദം അഥവാ മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങളെക്കുറിച്ച് വിശേഷിപ്പിക്കപ്പെട്ടതുപോലെ അഥവാ മണ്ണിൽ നിന്നുമാണ് എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പ്രകാശം കൊണ്ടാണ്, പ്രകാശത്തിൽ നിന്നുമാണ്. അത് അവരുടെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ മലക്കുകളുടെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ് അവർ ഭക്ഷിക്കുകയില്ല, അവർ കുടിക്കുകയില്ല, അവർ വിവാഹം ചെയ്ത് സന്താനം ഉണ്ടാവുക അങ്ങനെയുള്ള ഒരു കാര്യം അവർക്ക് ഇല്ല തന്നെ. മനുഷ്യരും ജിന്നുകളും നേരെ തിരിച്ചാണ്. അവർക്ക് അള്ളാഹു ഈ പറഞ്ഞതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യരും ജിന്നുകളും തിന്നുകയും കുടിക്കുകയും വിവാഹം ചെയ്യുകയും മക്കളുണ്ടാവുകയും പരമ്പര ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. എന്നാൽ മലക്കുകൾക്ക് അത് ഇല്ല. അതുപോലെ മലക്കുകളുടെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അവർ അള്ളാഹുവിനെ ഒരിക്കലും ധിക്കരിക്കുകയില്ല. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ, സൂറത്തു തഹ്രീമിൽ അള്ളാഹു പറഞ്ഞു. അവർ അള്ളാഹുവിനെ ഒരിക്കലും ധിക്കരിക്കുകയില്ല, ഒരു അനുസരണക്കേട് അവരിൽ നിന്നും ഉണ്ടാവുകയില്ല. എന്താണോ അള്ളാഹു കൽപ്പിച്ചത്, എന്താണോ കൽപ്പിക്കപ്പെട്ടത്, അത് കൃത്യമായി പ്രവർത്തിക്കുന്നവരാകുന്നു അവർ. ഇത് അവരുടെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ മലക്കുകൾക്കുള്ള വിശേഷണങ്ങളിൽപ്പെട്ടതാണ് അവർ എല്ലാവരും ഒരേ പദവികളിൽ ഉള്ളവരല്ല. അവരുടെ സൃഷ്ടിപ്പിലും അവർക്ക് അള്ളാഹു നൽകിയ സ്ഥാനങ്ങളിലും ഒക്കെ ഏറ്റക്കുറച്ചിലുകളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്. മൊത്തത്തിൽ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എന്നാൽ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ 3 മലക്കുകൾ പ്രത്യേകം ശ്രേഷ്ഠത നൽകപ്പെട്ടിട്ടുണ്ട്: ജിബ്രീൽ, മികായിൽ, ഇസ്രാഫീൽ. അതുപോലെ തന്നെ അവരുടെ സൃഷ്ടിപ്പിലും അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട്. മലക്കുകൾക്ക് ചിറകുകളുണ്ട്. മലക്കുകളുടെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ് അവർക്ക് ചിറകുകളുണ്ട്. ആ ചിറകുകൾ അള്ളാഹു എല്ലാവർക്കും ഒരുപോലെ അല്ല നൽകിയത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഫാത്തിറിൽ നമുക്ക് കാണാം, അൽഹംദുലില്ലാഹി ഫാത്തിറിസ് സമാവാതി വൽ അർളി ജാഇലിൽ മലായികതി
റുസുലൻ ഉലി അജ്നിഹത്തിൻ മസ്ന വസുലാസ വറുബാ യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശഭൂമികൾ സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു സർവസ്തുതിയും. ജാഇലിൽ മലായികതി റുസുലൻ, അതുപോലെ തന്നെ മലക്കുകളെ ദൂതന്മാരായി നിശ്ചയിക്കുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു മലക്കുകൾക്ക് ഉലി അജ്നിഹത്തിൻ, അവർക്ക് ചിറകുകളുണ്ട്. അജ്നിഹത്ത് എന്ന് പറഞ്ഞാൽ ചിറകുകൾ എന്നാണ് അർത്ഥം. ചിറകുകളുടെ എണ്ണം അള്ളാഹു പറഞ്ഞു മസ്ന വസുലാസ വറുബാ, 2ഉം 3ഉം 4ഉം ചിറകുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. യസീദു ഫിൽ ഖൽഖി മാ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവരുടെ സൃഷ്ടിപ്പിൽ വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവനായ അള്ളാഹുവിന് സർവസ്തുതിയും. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. ഇപ്പം മലക്കുകൾക്ക് ചിറകുകളുണ്ട്, അതവരുടെ വിശേഷണമാണ്. ആ ചിറകുകൾ തന്നെ അള്ളാഹു എല്ലാവർക്കും ഒരുപോലെയല്ല നൽകിയത്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് നൽകിയത്. ഇത് മൊത്തത്തിൽ അവരുടെ പദവികളിലും സൃഷ്ടിപ്പിലും ഒക്കെയുള്ള ഏറ്റക്കുറച്ചിലുകൾ അറിയിക്കുന്നതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് 600 ചിറകുകൾ ഉണ്ടായിരുന്നു എന്ന് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ ജിബ്രീല ലഹു 600 ജനാഹിൻ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുകയുണ്ടായി. അദ്ദേഹത്തിന് 600 ചിറകുകൾ ഉണ്ടായിരുന്നു. 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. ഒന്ന് അവിടുന്ന് ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ്, അഥവാ വഹയിൻ്റെ ആദ്യത്തെ സമയത്ത്, ആദ്യകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖദ് സദ്ദൽ ഉഫുഖ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം 600 ചിറകുകൾ വിടർത്തി നിൽക്കുകയുണ്ടായി. 600 ചിറകുകൾ വിടർത്തി നിൽക്കുന്ന ആ സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ചക്രവാളം മുഴുവനും മറക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ നിൽപ്പ്. അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം ചിറകുകൾ വിടർത്തിയപ്പോൾ പിന്നെ ആകാശം കാണുന്നില്ല, ചക്രവാളം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ജിബ്രീലിന് അള്ളാഹു 600 ചിറകുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദിന ലി അൻ ഉഹദ്ദിസ അൻ മലക്കിൻ മിൻ മലായികത്തില്ലാഹി മിൻ ഹമലത്തിൽ അർശ്, അള്ളാഹുവിൻ്റെ അർശിൻ്റെ വാഹകരായ മലക്കുകളിൽപ്പെട്ട ഒരു മലക്കിനെ കുറിച്ച് അറിയിച്ചു തരാൻ, പറഞ്ഞു തരാൻ എനിക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. അഥവാ അള്ളാഹുവിൻ്റെ അർശിൻ്റെ വാഹകർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ്, മലക്കുകളാണ്. വലിയ സ്ഥാനമുള്ള മലക്കുകളാണവർ. അവരിൽ ഒരാളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണെന്ത്, ഇന്നമാ ബൈന ശഹ്മതി ഉദുനിഹി ഇലാ ആതിഖിഹി മസീറതു 700 ആമിൻ. അള്ളാഹുവിൻ്റെ അർശിൻ്റെ വാഹകരായ, അർശ് ചുമക്കുന്ന മലക്കുകളിൽ ഒരു മലക്കിൻ്റെ അവസ്ഥ എന്താണ്? ആ മലക്കിൻ്റെ ചെവി മുതൽ ചുമല് വരെയുള്ള ദൈർഘ്യം, ചെവിക്കും ചുമലിനും ഇടയിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 700 വർഷം സഞ്ചരിക്കാൻ മാത്രമുള്ള വഴി ദൂരമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു മലക്കിൻ്റെ വലിപ്പമാണ്. ചെവി മുതൽ ചുമല് വരെ, നമ്മുടെ ചെവിയും ചുമലും ഒരു ചാണ് വരെ ഇല്ല, അത്രയും ചെറുതാണ്. ഈ മലക്കിൻ്റെ ചെവി മുതൽ ചുമൽ വരെയുള്ള ദൂരം, അതിനിടയിലുള്ള ദൂരം എന്നാൽ 700 വർഷം സഞ്ചരിക്കാനുള്ള വഴിദൂരമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു പക്ഷി ആ മലക്കിൻ്റെ ചുമലിൽ നിന്ന് പറന്നു എന്ന് വിചാരിക്കുക, ചെവിയുടെ അരികിലേക്ക് എത്താൻ 700 വർഷമെടുക്കും. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും ആ മലക്കിൻ്റെ വലിപ്പം? ഇത് സഹോദരങ്ങളെ, ഇങ്ങനെ അള്ളാഹുവിൻ്റെ മലക്കുകളിൽ ചിലർ ഉണ്ട്.
അതുപോലെ മലക്കുകൾക്കുള്ള വിശേഷണങ്ങളിൽപ്പെട്ടതാണ് അവർക്ക് നല്ല ഭംഗിയുണ്ട്, അവർ ഭംഗിയുള്ളവരാണ്. അതുപോലെ നല്ല ശക്തന്മാരാണ്. അള്ളാഹു പറഞ്ഞതുപോലെ അല്ലമഹു ശദീദുൽ ഖുവ, നല്ല ശക്തനായ അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിക്കുകയുണ്ടായി. ഖുർആൻ അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയായി എത്തിച്ചു കൊടുത്തത് പഠിപ്പിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഷദീദുൽ ഖുവ എന്നാണ്, നല്ല ശക്തിയുള്ള മലക്ക്, അവർ ശക്തന്മാരാണ്. അതുപോലെ നല്ല ഭംഗിയുള്ളവരാണ്, നല്ല ഭംഗിയുള്ളവരാണ്. ദൂ മിർറത്തിൻ ഫസ്തവ, പണ്ഡിതന്മാർ മുഫസ്സിറുകൾ വിശദീകരിച്ചു. ദൂ മിർറത്തിൻ എന്ന് പറഞ്ഞാൽ ദൂ ഖുവ്വത്തിൻ, ശക്തി എന്ന് തന്നെയാണ് അർത്ഥം. വേറെ ചില മുഫസ്സിറുകൾ പറഞ്ഞു ദൂ മന്ദറിൻ ഹസൻ, നല്ല കാഴ്ചയുള്ള നല്ല ഭംഗിയുള്ളവർ. ദൂ ഖൽഖിൻ തവീലിൻ ഹസൻ, നല്ല നീളമുള്ള നല്ല ഭംഗിയുള്ള സൃഷ്ടിപ്പാകുന്നു എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കുകൾ അള്ളാഹു പ്രയോഗിച്ചു. ഈ ആയത്തുകളിൽ നിന്ന് വ്യക്തമാണ് അവർ ശക്തിയുള്ളവരാണ്, അവർ ഭംഗിയുള്ളവരാണ്, അവർ കാണാൻ നല്ല കാഴ്ചയുള്ളവരാണ്. സൂറത്ത് യൂസുഫിൽ ഈ ആശയം സത്യപ്പെടുത്തുന്ന രൂപത്തിൽ ഒരു വാചകം നമുക്ക് കാണാം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നല്ല ഭംഗിയുള്ള വ്യക്തിയാണ്, അള്ളാഹുവിൻ്റെ നബിയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ നാട്ടിലെ സ്ത്രീകൾ കണ്ടപ്പോൾ അവരിലേക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നു. അവരുടെ മുന്നിലൂടെ നടന്നപ്പോൾ അവർ പറഞ്ഞ വാക്കുണ്ട്, ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹുന്ന വഖുൽന ഹാശ ലില്ലാഹ് മാ ഹാദാ ബശറൻ ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ കണ്ടപ്പോൾ ആ സ്ത്രീകൾ അക്ബർനഹു, അവർ അത്ഭുതത്തോടെ തക്ബീർ ചൊല്ലുകയുണ്ടായി, അഥവാ അല്ലാഹു അക്ബർ എന്ന് പറയുകയുണ്ടായി. അത്ഭുതപ്പെട്ടു, അതിനു മാത്രം ഭംഗിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. വഖത്തഅന ഐദിയഹുന്ന, അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന പഴം അത് മുറിക്കുന്നതിന് പകരം അവരുടെ കൈകളാണ്, വിരലുകളാണ് അവർ മുറിച്ചത്. അതോടൊപ്പം അവർ പറഞ്ഞു ഹാശ ലില്ലാഹ് മാ ഹാദാ ബശറ, ഇത് മനുഷ്യനല്ല, ഒരിക്കലും മനുഷ്യനാണെന്ന് പറയാൻ സാധിക്കുകയില്ല. ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം, ഇത് ആദരണീയനായ മാന്യനായ ഒരു മലക്ക് മാത്രമാകുന്നു. ഈ ആയത്ത് തെളിവ് പിടിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു മലക്കുകൾ വളരെ അങ്ങേയറ്റം ഭംഗിയുള്ളവരാണ് എന്നതിന് ഈ ആയത്ത് തെളിവാണ്. നേരത്തെ നമ്മൾ കേട്ട ആയത്ത് സൂറത്തു അന്നജ്മിലും സൂറത്തു തക്വീറിലും ഇതിലൊക്കെ അള്ളാഹു ശക്തിയും ഭംഗിയും ഒക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ ആശയം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന രൂപത്തിലാണ് സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞ വാക്ക് പണ്ഡിതന്മാർ എടുത്തുദ്ധരിച്ചത്. മലക്കുകൾ നല്ല ഭംഗിയുള്ളവരാണ് എന്നത് അവർക്കുള്ള വിശേഷണമാണ്. അതുപോലെ മലക്കുകൾക്ക് ഹയാ, ലജ്ജ എന്ന വിശേഷണമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഥവാ ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുണി ഒരൽപ്പം പൊന്തിയിട്ടുണ്ട്, അഥവാ അവിടുത്തെ തുട കാണുന്നുണ്ടായിരുന്നു, കാലിൻ്റെ തുടയുടെ ഒരു ഭാഗം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറാൻ സമ്മതം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുത്തു. അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വന്നു, സമ്മതം ചോദിച്ചു, സമ്മതം കൊടുത്തു, അദ്ദേഹവും കയറി.
ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമ്മതം ചോദിക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിരുന്നു, എന്നിട്ട് വസ്ത്രം നേരെയാക്കി. അതുവരെ കാലിൻ്റെ തുടയുടെ ഭാഗം കാണുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമ്മതം ചോദിച്ച് കടന്നു വരുമ്പോൾ എഴുന്നേറ്റിരുന്നു, വസ്ത്രം ശരിയാക്കുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ അവരെല്ലാവരും തിരിച്ച് പോയി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. അബൂബക്കർ വന്നു, ഉമർ വന്നു റളിയല്ലാഹു അൻഹുമ. അവർ രണ്ടുപേരും വന്നപ്പോൾ താങ്കൾ ആ അവസ്ഥയിൽ തന്നെയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ താങ്കൾ എഴുന്നേറ്റ് വസ്ത്രം ശരിയാക്കി, എന്തുകൊണ്ട്? അവിടുന്ന് പറഞ്ഞു, അല അസ്തഹി മിൻ റജുലിൻ തസ്തഹി മിൻഹുൽ മലായിക. മലക്കുകൾ പോലും ലജ്ജിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഞാൻ ലജ്ജ കാണിക്കണ്ടേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ലജ്ജയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മലക്കുകൾ വരെ ലജ്ജിക്കുമായിരുന്നു എന്ന് കാണാം. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ഹദീസ് ഇവിടെ ഉദ്ധരിച്ചത് മലക്കുകൾക്ക് ലജ്ജയുണ്ട്, അവർ ലജ്ജിക്കും, അവർക്ക് ലജ്ജ ഹയാ എന്ന സിഫത്തുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ മലക്കുകൾക്ക് ഇൽമ്, അറിവ് ഉണ്ട്. അവർക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങളും. അങ്ങനെ അറിവുള്ളവരാണവർ. അള്ളാഹു പറഞ്ഞതുപോലെ ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ അറിയുന്നു. അള്ളാഹു മലക്കുകളോട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു. നേരത്തെ നമ്മൾ കേട്ടു, അല്ലമഹു ഷദീദുൽ ഖുവ, നല്ല ശക്തനായ മലക്ക്. അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ പഠിക്കുക, പഠിപ്പിക്കുക എന്നത് മലക്കുകളുടെ വിശേഷണങ്ങളിൽ പെട്ടതാണ്. അവർ ഇൽമ് നേടുകയും ഇൽമ് എത്തിച്ചു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ്. അതുപോലെ അവരുടെ വിശേഷണങ്ങളുടെ ഭാഗമായി പണ്ഡിതന്മാർ പറഞ്ഞു, അവരുടെ എണ്ണം, മലക്കുകൾ എത്ര എണ്ണമുണ്ട്? എത്ര മലക്കുകളുണ്ട് അറിയോ? അല്ലാഹു അഅലം. അതാണ് നമുക്കുള്ള ഉത്തരം. മലക്കുകൾ എത്ര എണ്ണമുണ്ട് എന്ന് ഒരാൾക്കും അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ല. മലക്കുകളുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും അറിയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളുടെ എണ്ണം, അവരുടെ ആധിക്യം ബോധിപ്പിക്കുന്ന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇസ്രാ മിഅ്റാജിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയപ്പോൾ അവിടെ അൽബൈത്തുൽ മഅമൂർ എന്ന ഭൂമിയിലുള്ള കഅബ പോലെ, അതുപോലെയുള്ള ഒരു കഅബ കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഭൂമിയിലുള്ള കഅബയുടെ നേരെ മുകളിൽ 7 ആകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കഅബയുണ്ട്. ആ കഅബക്കാണ് അൽബൈത്തുൽ മഅമൂർ എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെങ്ങാനും താഴേക്ക് പതിക്കുകയാണെങ്കിൽ ഭൂമിയിലുള്ള കഅബയുടെ നേരെ മുകളിൽ ചെന്ന് വീഴും എന്നാണ്. ഈ കഅബ പോലെ നേരെ മുകളിൽ 7 ആകാശത്തൊരു കഅബയുണ്ട്. അൽബൈത്തുൽ മഅമൂർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാദൽ ബൈത്തുൽ മഅമൂർ, ഇതാകുന്നു അൽബൈത്തുൽ മഅമൂർ. യദ്ഖുലുഹു കുല്ല യൗമിൻ 70,000 മലക്കിൻ. ഈ അൽബൈത്തുൽ മഅമൂറിലേക്ക് ഓരോ ദിവസവും 70,000 മലക്കുകൾ പ്രവേശിക്കും. ഇദാ ഖറജു മിൻഹു ലം യഊദു ഫീഹി ആഖിറു മാ അലൈഹിം. 70,000 മലക്കുകൾ അൽബൈത്തുൽ മഅമൂറിൽ ഒരു ദിവസം പ്രവേശിച്ച് അവർ അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ആ ഇറങ്ങിയ മലക്കുകൾ ഒരിക്കലും അവിടേക്ക് തിരിച്ചു വരികയില്ല. പിന്നെ 70,000 മലക്കുകൾ അൽബൈത്തുൽ മഅമൂറിലേക്ക് പ്രവേശിച്ചു എന്ന് വിചാരിക്കാം. അവിടുന്ന് ഇറങ്ങിയ ആ മലക്കുകൾ പിന്നീട് ഒരിക്കലും അവിടേക്ക് തിരിച്ചു വരികയില്ല. എല്ലാ ദിവസവും 70,000 മലക്കുകൾ അൽബൈത്തുൽ മഅമൂറിലേക്ക്
പ്രവേശിക്കുന്നുണ്ട്, തിരിച്ചിറങ്ങുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്രയായിരിക്കും, എത്ര കാലമായിരിക്കും ഇത് തുടങ്ങിയിട്ട്? അല്ലാഹു അഅലം. 70,000 വെച്ച് കണക്കൂട്ടി നോക്കൂ. ഒരു വർഷത്തെ കണക്കൂട്ടിയാൽ തന്നെ എത്ര ലക്ഷം മലക്കുകൾ ഉണ്ടാവും? വർഷങ്ങൾ കണക്കൂട്ടിയാൽ എത്ര വർഷങ്ങളായി? അല്ലാഹു അഅലം, നമുക്കറിയില്ല. അത്രയും മലക്കുകൾ ഉണ്ട് എന്നതറിയിക്കുന്ന ഒരു ഹദീസാണിത്. മറ്റു ചില ഹദീസുകളിൽ കാണാം, മാ ഫീഹാ മൗദിഉ അർബഇ അസാബിഅ ഇല്ലാ വമലകുൻ വാദിഉൻ ജബ്ഹതഹു സാജിദൻ ലില്ലാഹ്. ആകാശലോകത്ത് 4 വിരലുകൾ വെക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അവിടെ അള്ളാഹുവിനെ സുജൂദിലായിക്കൊണ്ട്, വേറെ ചില റിവായത്തിൽ ഇബാദത്തിലായിക്കൊണ്ട് ഒരു മലക്ക് ഉണ്ടായിരിക്കും. ആകാശത്ത് 4 വിരലുകൾ വെക്കാനുള്ളൊരു സ്ഥലം, അഥവാ ആകാശം മുഴുവനും മലക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ഹദീസിൽ കാണാം. മലക്കുകളുടെ ശബ്ദം ആകാശലോകത്തിങ്ങനെ കാണാം, കേൾക്കാം എന്നാണ്. അതിനു മാത്രം മലക്കുകളുണ്ട്. അതുപോലെ അർദുൽ മഹ്ശറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഅ്താ ബിജഹന്നമ യൗമഇദിൻ ലഹാ 70,000 സിമാം. അർദുൽ മഹ്ശർ, എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന മഹ്ശറിൽ അല്ലാഹു തആല നരകം കൊണ്ടുവരും. ആ നരകത്തെ കൊണ്ടുവരുന്ന രൂപം പറയുന്നു. അന്നേ ദിവസം മലക്കുകൾ 70,000 ചങ്ങലക്കണ്ണികളുണ്ട് നരകത്തിന്. 70,000 ചങ്ങലക്കണ്ണികളുണ്ട് നരകത്തിന്. ഓരോ ചങ്ങലക്കണ്ണിയിലും 70,000 മലക്കുകൾ ഉണ്ടാകും. യജുറൂനഹ, എന്നിട്ട് അവർ ആ നരകത്തെ വലിച്ചിഴച്ചു കൊണ്ടുവരുമെന്നാണ്. ഒന്ന് കണക്കൂട്ടി നോക്കും. 70,000 ചങ്ങലക്കണ്ണികളാണ് നരകത്തിനുള്ളത്. ആ 70,000 ചങ്ങലക്കണ്ണികളിൽ ഓരോ ചങ്ങലയുടെ കണ്ണിയിലും 70,000 മലക്കുകൾ ഉണ്ടാവും. എന്നിട്ട് ഈ നരകത്തെ അവർ വലിച്ചു കൊണ്ടുവരുമെന്നാണ്. 70,000 വെച്ച് കണക്കൂട്ടി നോക്കും, എത്ര ഉണ്ടാവും? കോടിക്കണക്കിന് മലക്കുകൾ നരകത്തെ വലിച്ചു കൊണ്ടുവരുമെന്നാണ്. ഇത് സഹോദരങ്ങളെ, മലക്കുകളുടെ പൊതുവെ മൊത്തത്തിലുള്ള വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇതാണ് മൂന്നാമത്തെ അടിസ്ഥാനം. മലക്കുകൾക്ക് അല്ലാഹു പറഞ്ഞ ഈ രൂപത്തിലുള്ള വിശേഷണങ്ങളൊക്കെ നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ എന്താണ്? നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കണം, ഇതിൽ സംശയമില്ലാതെ വിശ്വസിക്കണം. ഇപ്പം നേരത്തെ പറഞ്ഞ മലക്കിൻ്റെ രൂപം അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവോ എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കേട്ടാൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. അത്രയും വലിപ്പമുള്ള മലക്കുണ്ട്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സൃഷ്ടിക്കും, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ വർദ്ധിപ്പിച്ചു നൽകും. ഇത് മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. നാലാമത്തെ കാര്യം, ഈ പറഞ്ഞ മലക്കുകൾക്ക് അല്ലാഹു തആല ചില പ്രവർത്തികൾ, ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ മലക്കുകൾക്ക് അല്ലാഹു നൽകിയ അമലുകൾ, ജോലികൾ, അതിൽ നമ്മൾ വിശ്വസിക്കണം. മലക്കുകൾക്ക് മൊത്തത്തിൽ ഉള്ള ജോലി എന്താണ്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നത് മാത്രമാണ് അവരുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം. അവർ ഒരു ഇടവേള പോലുമില്ലാതെ, ഒരു സെക്കൻഡ് പോലും മടുപ്പില്ലാതെ, ഇടവേളയില്ലാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ചില മലക്കുകൾ, ചിലരുടെ പേരുകൾ, അവർക്ക് പ്രത്യേകം അള്ളാഹു നൽകിയ ജോലികൾ, അതിൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. നേരത്തെ പേരിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂട്ടത്തിൽ ശ്രേഷ്ഠനായ മലക്ക്, അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? അദ്ദേഹം വഹയുമായി ഇറങ്ങലാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം അള്ളാഹു അവൻ്റെ സൃഷ്ടികളിൽ, നബിമാരിൽ, റസൂലുമാരിൽ എത്തിക്കുക ഈ മലക്ക് മുഖേനയാണ്. വഹയുമായി ഇറങ്ങലാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജോലി. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം
മികായിലിൻ്റെ ജോലി മഴ, അതുപോലെ കൃഷി, ചെടികൾ മുളപ്പിക്കുക തുടങ്ങി അതുമായി ബന്ധപ്പെട്ട ജോലിയാണ് മികായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജോലി കാഹളത്തിൽ ഊതലാണ്. ആ കാഹളത്തിൻ്റെ പേര് സൂർ എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടും. അപ്പം സൂർ എന്ന കാഹളം, അതിൽ ഊതലാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജോലി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ അള്ളാഹുവിൻ്റെ അർശിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അർശിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എപ്പോൾ കൽപ്പിക്കുന്നുവോ അപ്പോൾ ഒരു സെക്കൻഡ് പോലും താമസിക്കാതെ കാഹളത്തിൽ ഊതാൻ കാത്തിരിക്കുകയാണ് അദ്ദേഹം. അതുപോലെ മലക്കുൽ മൗത്ത്, അള്ളാഹു റൂഹ് ഏറ്റെടുക്കാൻ ഏൽപ്പിച്ച മലക്ക്, നേരത്തെ ചോദിച്ചതുപോലെ പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും മലക്കുൽ മൗത്ത് എന്നു മാത്രമേ മരണവുമായി ബന്ധപ്പെട്ട ജോലി ഏൽപ്പിച്ച മലക്കിനെ കുറിച്ച് പരാമർശം വന്നിട്ടുള്ളൂ. സൂറത്തു സജ്ദയിൽ നമുക്ക് കാണാം, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദി വുക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. അള്ളാഹു പറയുന്നു, ഖുൽ പറയുക, യതവഫാകും നിങ്ങളെ ഏറ്റെടുക്കും, മലക്കുൽ മൗത്ത് മരണവുമായി ഏൽപ്പിക്കപ്പെട്ട ജോലിയുള്ള മലക്ക്, മരണത്തിൻ്റെ മലക്ക്, അല്ലദീ വുക്കില ബിക്കും നിങ്ങളുടെ കാര്യം ഏൽപ്പിക്കപ്പെട്ട മലക്ക്. അവിടെ മലക്കുൽ മൗത്ത് എന്നാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഹദീസുകളിലും മലക്കുൽ മൗത്ത് എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. തഫ്സീറുകളിൽ കാണാം, നമ്മുടെ നാട്ടിൽ പൊതുവെ പ്രചാരത്തിലുള്ള ഒരു പേരാണ് അസ്രായീൽ. മലക്കുൽ മൗത്തിന് അസ്രായീൽ എന്ന ഒരു പേര് ഖുർആനിലോ സുന്നത്തിലോ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് മഹാന്മാരായ മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് പിൽക്കാലത്ത് ഇസ്രായേലിയർ അഥവാ യഹൂദരിൽ നിന്നോ നസാറാക്കളിൽ നിന്നോ വന്നതാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വല്ലാഹു അലം, അള്ളാഹു അറിയിച്ചത് മലക്കുൽ മൗത്ത് എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മലക്കുൽ മൗത്ത് എന്നല്ലാതെ മരണത്തിൻ്റെ മലക്കിനെ കുറിച്ച് പേരു പറയൽ അനുവാദമില്ല. മലക്കുൽ മൗത്ത് എന്ന് പറയലാണ് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. അസ്രായിൽ എന്നത് പറഞ്ഞൂടെ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. പറയാതിരിക്കലാണ് വേണ്ടത്. കാരണം അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും പേരുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുമാത്രം പറയാതെ ഒരിക്കലും വിട്ടുപോവുകയില്ല. ഈ ആയത്തിൽ വന്നതുപോലെ മലക്കുൽ മൗത്ത് എന്ന് വന്നു, എന്തുകൊണ്ട് അവിടെ അസ്രായിൽ എന്ന് പ്രയോഗിച്ചില്ല? അല്ലെങ്കിൽ ഹദീസുകളിൽ മലക്കുൽ മൗത്ത് എന്നാണ് വന്നിട്ടുള്ളത്, അസ്രായിൽ എന്ന പരാമർശം വന്നിട്ടില്ല. അത് പറയുമായിരുന്നെങ്കിൽ, പറയണമായിരുന്നെങ്കിൽ പറയുമായിരുന്നു. പറയാതെ അള്ളാഹു റസൂലോ വിട്ടുപോവുകയില്ല. നമുക്ക് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാൻ അള്ളാഹുവും റസൂലും ഒരു കാര്യം വിട്ടുതരികയില്ല, പ്രത്യേകിച്ച് ദീനിൻ്റെ ഇതുപോലെയുള്ള കാര്യങ്ങൾ. പറഞ്ഞതിൻ്റെ ചുരുക്കം, അസ്രായിൽ എന്നത് ഖുർആനിലോ സുന്നത്തിലോ സ്ഥിരപ്പെടാത്തത് കൊണ്ട് നമ്മൾ മലക്കുൽ മൗത്ത് എന്ന് പറയലാണ് അനുയോജ്യമായിട്ടുള്ളത്. അതാണ് വേണ്ടത്. അല്ലാഹു അലം. മലക്കുൽ മൗത്ത്, മരണത്തിൻ്റെ മലക്ക്. ചില കാര്യങ്ങൾ ആദ്യമായി കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നിഷേധിക്കലല്ല, മറിച്ച് ഇല്ലാത്തത് ഇല്ല എന്ന് പറയലാണ് ഏറ്റവും നല്ലത്. ഉള്ളത് മാത്രം സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ളത്. ഒരുപക്ഷെ മലക്കുൽ മൗത്ത് എന്ന് പറയാതെ അസ്രായിൽ എന്ന് വാശിയോടുകൂടി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മേൽ ഇല്ലാത്തത് വെച്ച് കെട്ടലാവുമോ എന്നത് നമ്മൾ ഭയപ്പെടണം. കാരണം അവർ പറഞ്ഞു തരേണ്ടത് ഒരിക്കലും പറഞ്ഞു തരാതെ വിട്ടുപോവുകയില്ല. സൂചിപ്പിച്ചതുപോലെ ചില പണ്ഡിതന്മാർ പറയാറുള്ളത് പോലെ അന്നാസു അഅദാഉ മാ ജഹിലു, ജനങ്ങൾ അവർക്കറിവില്ലാത്തതിൻ്റെ ശത്രുക്കളായി മാറാറുണ്ട്. പൊതുവെ പ്രചാരത്തിലായ
ഒരു കാര്യം പെട്ടെന്ന് ഇല്ല എന്ന് കേൾക്കുമ്പോൾ നമുക്കത് പ്രയാസം തോന്നേണ്ടതില്ല. അത് ഇല്ലാത്തത് കൊണ്ടാണ്. ഉണ്ടെങ്കിൽ പേര് പറയാൻ യാതൊരു പ്രയാസവും നമുക്കുണ്ടാവേണ്ടതില്ല. ഇത്രയും മലക്കുകളുടെ പേര് പറഞ്ഞു. ഒരു അസ്രായീലിൻ്റെ കാര്യത്തിൽ മാത്രം നമുക്ക് യാതൊരു വാശിയും ഇല്ല. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് തന്നെ പറയണം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ നിയമം. അല്ലാഹു അലം. എവിടെയും അത് സ്ഥിരപ്പെട്ട് കാണുന്നില്ല. കാണാത്തത് കൊണ്ട് നമ്മൾ മലക്കുൽ മൗത്ത് എന്ന് പറയുക. അസ്രായീൽ എന്നൊരു പേരേ ഇല്ല എന്ന് നിഷേധിക്കേണ്ടതില്ല. നമ്മൾ നിഷേധിച്ചു പറയേണ്ടതില്ല. സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറയലാണ് ഉത്തമം. അസ്രായീൽ എന്ന പേര് ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് പറയലാണ് നമുക്ക് ഉത്തമം. അങ്ങനെ ഒരു സാധനേ ഇല്ല എന്ന് പറയാതിരിക്കുക, അതാണ് നല്ലത്. സൂക്ഷ്മതക്ക് അങ്ങനെയാണ് നല്ലത്. ചില വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ല എന്ന് ഉറപ്പിച്ചു പറയണമെങ്കിൽ ഇല്ല എന്ന് തെളിവ് വേണം. പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല എന്നതിന് അങ്ങനെ വന്നിട്ടില്ല. എന്നാൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ നമുക്ക് തെളിവുണ്ട്. കാരണം വന്ന തെളിവുകളിൽ അതില്ല. മനസ്സിലായില്ലേ? അല്ലാഹു അലം. അതുപോലെ മലക്കുകളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് മലക്കുൽ ജിബാൽ, പർവ്വതം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു ചില മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശത്രുക്കളായ ആളുകളിൽ നിന്നും ഉപദ്രവമുണ്ടായി. അവിടുത്തെ ബോധം പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് തായിഫിൽ വെച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി താഴെ വീണു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബോധം വന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ കൂടെ ഒരു മലക്കുമുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദേ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇതാണ് മലക്കുൽ ജിബാൽ. പർവ്വതവുമായി ബന്ധപ്പെട്ട ജോലി ഏൽപ്പിക്കപ്പെട്ട മലക്കാണിത്. താങ്കൾ പറയുകയാണെങ്കിൽ ഇൻ ശിഅത അൻ ഉത്ബിഖ അലൈഹിമുൽ അഖ്ശബൈൻ, താങ്കൾ ഒന്ന് സമ്മതിക്കുകയാണെങ്കിൽ, താങ്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ രണ്ട് പർവ്വതങ്ങളും താങ്കളെ ഉപദ്രവിച്ച ആളുകളുടെ മുകളിലേക്ക് മറിച്ചിടാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുത്തില്ല. അവിടുന്ന് പറഞ്ഞു, ബൽ അർജു അൻ യുഖ്രിജ അല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബിഹി ഷൈഅ. അവിടുന്ന് പറഞ്ഞു, ഇല്ല, അവരെ നശിപ്പിക്കരുത്. അവരുടെ മുതുകിൽ നിന്നും അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകൾ പുറത്തേക്ക് വരും. അഥവാ അവരുടെ മക്കൾ അവരെ പോലെ ആവുകയില്ല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതായി ഹദീസിൽ കാണാം. ഈ ഹദീസ് ഇവിടെ സംഭവം കൊണ്ടുവന്നത് പർവ്വതവുമായി ബന്ധപ്പെട്ട ജോലി ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ഉണ്ട് എന്ന് പറയാനാണ്. അതുപോലെ നേരത്തെ നമ്മൾ കേട്ടു, മാലിക്കുൻ ഖാസിനുൻ നാർ, നരകത്തിൻ്റെ പാറാവുകാരനായ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള മലക്കാണ് മാലിക്. അല്ലാത്ത മലക്കുകൾ വേറെയുമുണ്ട്. അലൈഹ 19 19 മലക്കുകളുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അവരിലെ നരകത്തിലെ പ്രത്യേകം ജോലികൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അങ്ങനെ ആ രൂപത്തിൽ കാണാം. പേര് പരാമർശിച്ചിട്ടില്ല, അവരുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. മാലിക് എന്നത് പേര് വന്നു, അഥവാ അവരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് എന്ന് ചുരുക്കം. അതുപോലെ അള്ളാഹു ഒരു സ്ത്രീയുടെ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട ജോലി ഏൽപ്പിച്ച മലക്കുകളുണ്ട്. ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവരുടെ ഗർഭപാത്രത്തിലേക്ക് 4 മാസമായി കഴിഞ്ഞാൽ അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞേക്കും. ഹദീസിൽ കാണാം, ഇന്ന അഹദകും യുജ്മഉ ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ ثم يكون علقة مثل ذلك ثم يكون مضغة مثل ذلك ثم يبعث الله إليه ملكا بأربع كلمات. നിങ്ങളിൽ ഒരാളുടെ സൃഷ്ടിപ്പ് അവൻ്റെ മാതാവിൻ്റെ വയറ്റിൽ 40 ദിവസം ഭ്രൂണമായിട്ടായിരിക്കും. അതിനുശേഷം 40 ദിവസം അത് രക്തക്കട്ടയായിരിക്കും. പിന്നെ അടുത്ത 40 ദിവസം മാംസകഷ്ണമായിരിക്കും. ഇങ്ങനെ 4 മാസം അഥവാ 120 ദിവസങ്ങൾ കഴിഞ്ഞാൽ അള്ളാഹു ഒരു മലക്കിനെ
ആ ഗർഭപാത്രത്തിലേക്ക് അയക്കും. 4 കാര്യങ്ങൾ ആ മലക്ക് അവിടെ രേഖപ്പെടുത്തും. ഫയുക്തബു അമലുഹു വാജലുഹു വരിസ്ഖുഹു വശഖിയുൻ ഔ സഈദ്. ഈ കുഞ്ഞിൻ്റെ പ്രവർത്തനം ഇവരെന്തൊക്കെ ചെയ്യും? വാജലുഹു ഇതിൻ്റെ ആയുസ്, വരിസ്ഖുഹു ഇതിൻ്റെ ഉപജീവനം ഭക്ഷണം, വശഖിയുൻ ഔ സഈദ് ഇത് ദൗർഭാഗ്യവാനാണോ സൗഭാഗ്യവാനാണോ അഥവാ സ്വർഗക്കാരനാണോ നരകക്കാരനാണോ എന്ന് അറിയിക്കും. 4 കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മലക്ക് രേഖപ്പെടുത്തും. ഇങ്ങനെ ജോലി ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു അറിയിച്ചതുപോലെ മനുഷ്യരുടെ സംരക്ഷണവുമായി ഏൽപ്പിക്കപ്പെട്ട ഹഫളത്തിൻ്റെ മലക്കുകൾ എന്ന് നമുക്ക് കാണാം. ലഹു മുഅഖിബാതുൻ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം സൃഷ്ടികളുടെ മനുഷ്യരുടെ മുന്നിലും പിന്നിലുമായി അള്ളാഹു ഏൽപ്പിച്ച ഹഫളത്തിൻ്റെ മലക്കുകൾ, സംരക്ഷകരായ മലക്കുകളുണ്ട്. രാവിലെ ഉള്ള മലക്കുകൾ വൈകുന്നേരം തിരിച്ചു പോകും, വൈകുന്നേരം വേറെ മലക്കുകൾ വരും. ഇങ്ങനെ ഹഫളത്തിൻ്റെ മലക്കുകളുണ്ട്. അതുപോലെ തന്നെ സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ, വാക്കുകൾ രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട്. അതിനായി അള്ളാഹു മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. സൂറത്തു ഖാഫിൽ നമുക്ക് കാണാം, ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ്. വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി ഏറ്റുവാങ്ങാൻ 2 മലക്കുകൾ. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും അത് രണ്ടും പേരല്ല, മറിച്ച് അവർക്കുള്ള വിശേഷണമാണ്. റഖീബ് അതീദ് എന്ന് പറഞ്ഞാൽ നിരീക്ഷകരായ, വേഗത്തിൽ എഴുതുന്ന, രേഖപ്പെടുത്തുന്ന, തയ്യാറായി നിൽക്കുന്ന ആളുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യർ ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല, അവർ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഇങ്ങനെ അമലുകൾ രേഖപ്പെടുത്താൻ അള്ളാഹു മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. വലതുഭാഗത്തും ഇടതുഭാഗത്തും ഓരോരുത്തർ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഖബറുമായി ബന്ധപ്പെട്ട് ഒരു മയ്യിത്തിനെ ഖബറിലേക്ക് വെക്കപ്പെട്ടാൽ, നേരത്തെ നമ്മൾ കേട്ടു, മുൻകർ നക്കീർ മലക്കുകൾ അവിടേക്ക് വരും, ചോദിക്കും. മൻ റബ്ബുക എന്ന് ചോദിക്കും, മാ ദീനുക എന്ന് ചോദിക്കും, മൻ നബിയുക എന്ന് ചോദിക്കും. അഥവാ നിൻ്റെ ദീൻ, നിൻ്റെ റബ്ബ് ആരാണ്, നിൻ്റെ മതമേതാണ്, നിൻ്റെ പ്രവാചകനാരാണ് എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ അള്ളാഹു മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സ്വർഗത്തിൻ്റെ പാറാവുകാർ, അങ്ങനെ ചില മലക്കുകളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, ജന്നാതു അദ്നി യദ്ഖുലൂനഹ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. നിത്യവാസത്തിൻ്റെ സ്വർഗത്തിൽ അവർ പ്രവേശിപ്പിക്കപ്പെടും. അവരിൽ നിന്ന് ഈമാൻ ഉൾക്കൊണ്ട നല്ലവരായ അവരുടെ പിതാക്കൾ, അവരുടെ ഇണകൾ, അവരുടെ മക്കൾ, മലക്കുകൾ അവരെ സ്വർഗത്തിലേക്ക് ഓരോ വാതിലുകളിലൂടെ ആനയിക്കും, അവരോട് പ്രവേശിക്കാൻ പറയും. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം, രക്ഷ എന്ന് അവർ അവരോട് പറയും. കാരണം നിങ്ങൾ ക്ഷമിച്ചവരാണ്, അതുകൊണ്ട് എത്ര നല്ല പര്യവസാനം എന്ന നല്ല അഭിവാദ്യത്തോടുകൂടി മലക്കുകൾ സ്വർഗത്തിലേക്ക് മുഅ്മിനീങ്ങളെയും അവരുടെ കുടുംബത്തെയും അവർക്ക് വേണ്ടപ്പെട്ടവരെയും ആനയിച്ച് പ്രവേശിപ്പിക്കും, അവരോട് പ്രവേശിക്കാൻ കൽപ്പിക്കും. ഇത് സ്വർഗത്തിൽ സ്വർഗവുമായി ബന്ധപ്പെട്ട ജോലി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട് എന്നറിയിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹുവിൻ്റെ അർശിന് വലയം ചെയ്യുന്ന, അർശിൻ്റെ വാഹകരായ മലക്കുകൾ, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി
വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമൻ ഫഗ്ഫിർ ലില്ലദീന താബു വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. അള്ളാഹുവിൻ്റെ അർശിൻ്റെ വാഹകരും ആ അർശിനെ വലയം ചെയ്യുന്നവരുമായ മലക്കുകൾ അവർ അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനെ പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യും. അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണവർ. അതുപോലെ തന്നെ അവർ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യും. അള്ളാഹുവിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടി അള്ളാഹുവെ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. അവർ പറയും, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, നിന്റെ കാരുണ്യവും നിന്റെ അറിവും എല്ലാറ്റിനെയും ചൂഴ്ന്നിരിക്കുന്നു. അതുകൊണ്ട് നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയ, നിന്റെ മാർഗം പിന്തുടർന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ, നീ അവരെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ എന്ന് അള്ളാഹുവിനോട് അവർ ദുആ ചെയ്യും. ഇങ്ങനെ ചില മലക്കുകളുണ്ട്. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടുന്ന, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മലക്കുകൾ ഉണ്ട്. ഇതൊക്കെ അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിച്ചു തന്നാണ്. മലക്കുകൾ ഇന്ന ഇന്ന ജോലികൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്, ഇന്ന ഇന്ന ജോലികൾ അവർക്കുണ്ട്. ഈ 4 അടിസ്ഥാനങ്ങളും സഹോദരങ്ങളെ മലക്കുകളിലുള്ള ഈമാനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അൽ ഈമാനു ബിവുജൂദിഹിം, മലക്കുകൾ ഉണ്ട്, ഇങ്ങനെ മലക്കുകൾ എന്നൊരു സൃഷ്ടി വിഭാഗമുണ്ട് എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അള്ളാഹു അവരിൽ പേരുകൾ അറിയിച്ചു തന്നവരിൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അറിയിച്ചു തരാത്തവരിൽ മൊത്തത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാ മലക്കുകളിലും നമ്മൾ വിശ്വസിക്കുന്നു. പേര് പറഞ്ഞവരിൽ ആ പേര് ഓടെ അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. മൂന്നാമത്തേത് അവർക്കുള്ള വിശേഷണങ്ങളാണ്. ഒരുപാട് വിശേഷണങ്ങൾ ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അത് നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നതായാലും നമുക്ക് മനസ്സിലായതായാലും മനസ്സിലാവാത്തതായാലും അതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ ഒരു എത്തുംപൊടിയും കിട്ടിയില്ലെങ്കിലും അതിൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. നാലാമത്തെ കാര്യം, മലക്കുകൾക്ക് അള്ളാഹു ഏൽപ്പിച്ച ജോലികളാണ്. അവർക്ക് അള്ളാഹു ചില ജോലികൾ ഏൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഇതാണ് സഹോദരങ്ങളെ അൽ ഈമാനു ബിൽ മലായിക എന്ന് പറഞ്ഞാൽ. ഈ കാര്യം അൽ ഈമാനു ബിൽ മലായിക എന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സൃഷ്ടി വിഭാഗം മാത്രമാണ് മലക്കുകൾ. അവരെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അവരെക്കുറിച്ച് പറഞ്ഞത് പലതും അത്ഭുതകരമാണ്. ഈ ഇത്രയും വിശേഷണങ്ങളും ശക്തിയും ഒക്കെ ഉള്ള അള്ളാഹുവിൻ്റെ മലക്കുകൾ അവർ ആരു മാത്രമാണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ, അടിമകൾ മാത്രമാണ്. ഈ ശക്തിയും കഴിവും സൗന്ദര്യവും ഒക്കെ ഉണ്ടായിട്ടും അവർ അള്ളാഹുവിൻ്റെ അടിമകൾ മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണപാഠം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തിയും അവൻ്റെ കഴിവും അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹത്വവും ഇതൊക്കെയാണ് നമുക്ക് ഒന്നാമതായി ഈ വിശ്വാസം പഠിക്കുമ്പോൾ കിട്ടുന്ന ഗുണപാഠം. മലക്കുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഖാലിഖായ സൃഷ്ടാവായ റബ്ബിൻ്റെ വലിപ്പമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞില്ലേ, അദ്ദേഹം ആകാശം മുഴുവനും കാണാത്ത രൂപത്തിൽ അദ്ദേഹം ചിറക് വിരിച്ചപ്പോൾ ചക്രവാളം മുഴുവനും മറയുകയുണ്ടായി. ആ മലക്കിനെ സൃഷ്ടിച്ച റബ്ബിൻ്റെ വലിപ്പം എന്തായിരിക്കും? അതുപോലെ നമ്മൾ നേരത്തെ കേട്ടു അള്ളാഹുവിൻ്റെ അർശിൻ്റെ വാഹകരായ മലക്കുകൾ. അവരിൽ ഒരാളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ ചെവി മുതൽ ചുമല് വരെയുള്ള ദൂരം 700 വർഷം സഞ്ചരിക്കണം. അപ്പോൾ കൈയും കാലും ചിറകുകളൊക്കെ എന്തായിരിക്കും ആ മലക്കിൻ്റെ വലിപ്പം? ആ വലിപ്പമേറിയ മലക്കിനെ സൃഷ്ടിച്ച റബ്ബിൻ്റെ വലിപ്പം എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതൊക്കെ ഉണ്ടായിട്ടും സഹോദരങ്ങളെ, മലക്കുകളിൽ ഒരാളെ പോലും നമുക്ക് ആരാധിച്ചുകൂടാ.
ഒരു മലക്കിനും ഇബാദത്തിന് അർഹതയില്ല. ഒരു മലക്കിനോടും നമ്മുടെ പ്രയാസങ്ങൾ പറയാൻ നമുക്ക് പാടില്ല. ഒരു മലക്കിനോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ നമുക്ക് പാടില്ല. ഈ കഴിവുകളൊക്കെ ഉണ്ടായിട്ടും അവരെ അള്ളാഹു വിശേഷിപ്പിച്ചത് ഇബാദ് എന്നാണ്, അടിമകൾ മാത്രമെന്നാണ്. അവരും അടിമകളാണ്. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കിട്ടേണ്ട ഗുണപാഠം ഇതാണ്: അള്ളാഹുവിൻ്റെ വലിപ്പം, അവൻ്റെ മഹത്വം. അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ നിസ്കാരത്തിൽ കൈകിട്ടുമ്പോൾ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കും, അള്ളാഹു അക്ബറാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അവനേക്കാൾ വലിപ്പമുള്ള ഒരാളുമില്ല. ഈ കണ്ട വലിപ്പവും വണ്ണവും സൃഷ്ടിപ്പിൻ്റെ രൂപവും ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും നമ്മുടെ ചിന്ത പോകേണ്ടത് അതിൻ്റെ അപ്പുറത്തേക്കാണ്. ആ സൃഷ്ടികളെല്ലാം സൃഷ്ടിച്ച റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ നിങ്ങൾ നോക്കൂ, അവരുടെ എണ്ണം എത്രയാണ്? അവരുടെ എണ്ണം കോടാനുകോടിയാണ്. അവിടെ നമുക്കൊരു ഗുണപാഠമുണ്ട്. ഈ കോടിക്കണക്കിന് വരുന്ന മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ച എന്തിനു വേണ്ടി മാത്രമാണ്? അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. അവരൊരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല. ഈ ശക്തിയോ കഴിവോ ഒന്നുമില്ലാത്ത ദുർബലരായ ഞാനും നിങ്ങളും എത്രയാണ് അള്ളാഹുവിനെ ധിക്കരിക്കുന്നത്? നമ്മളാരും അള്ളാഹുവിനെ അനുസരിച്ചില്ലെങ്കിലും കോടാനുകോടി വരുന്ന മലക്കുകൾ 4 വിരലുകൾ വെക്കാൻ ആകാശത്ത് സ്ഥലമുള്ള ഒരു സ്ഥലത്ത് സുജൂദിലും റുക്കൂഇലും തസ്ബീഹിലും ആയിക്കൊണ്ട് അള്ളാഹുവിനൊരു മലക്കുണ്ട്. നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നമ്മൾ ഇബാദത്ത് ചെയ്യാതിരിക്കുമ്പോഴും അള്ളാഹു ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ മലക്കുകളാൽ. അവരേറ്റവും നല്ലവരാണ്. പാപക്കറകൾ ബാധിക്കാത്തവരാണവർ. അവർ പരിശുദ്ധരാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, നമ്മൾ നല്ലവരായി ജീവിക്കുക എന്നത് ഒരിക്കലും അള്ളാഹുവിൻ്റെ അധികാരം അതുകൊണ്ട് കൂടാനോ കുറയാനൊന്നുമില്ല. നമ്മൾ നന്നായാൽ നമുക്കാണ് അതിൻ്റെ ഗുണം. നമ്മൾ നന്നായാൽ നമുക്കാണ് അതിൻ്റെ ഗുണം. നമ്മളെല്ലാവരും അള്ളാഹുവിനെ അനുസരിച്ചു എന്ന് വിചാരിക്കുക. അള്ളാഹു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഏറ്റവും നല്ല ഹൃദയത്തിൻ്റെ ഉടമകളായി അള്ളാഹുവിൻ്റെ അധികാരത്തിൽ നിന്ന് അതുകൊണ്ടൊന്നും കൂടാനില്ല. അള്ളാഹു മാലിക്കുൽ മുൽക്കാണ്, മലിക്കുൽ ജബ്ബാറാണ്. എല്ലാവരും ഇബ്ലീസിനെ പോലെ ആയി എന്ന് വിചാരിക്കുക, ഏറ്റവും വൃത്തികെട്ട ആളുകളായി മാറി എന്ന് വിചാരിക്കുക. അള്ളാഹുവിൻ്റെ അധികാരത്തിൽ നിന്ന് ഒന്നും കുറയാനില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നമ്മെക്കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. നമുക്കാണ് റബ്ബിനെ ആവശ്യം. നമ്മളാണ് അള്ളാഹുവിൽ ആവശ്യക്കാർ. നമ്മളാണ് നന്നാവേണ്ടത്, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടത്, നന്നാവേണ്ടത്, ഇബാദത്തുകളുമായി മുന്നേറേണ്ടത് നമ്മളാണ്. അതിനാണ് അള്ളാഹു ഇതൊക്കെ നമുക്ക് അറിയിച്ചു തന്നത്. ഇങ്ങനൊക്കെ സൃഷ്ടികളുണ്ട്, അവരിൽ നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുള്ള ഈമാൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി. എന്തുകൊണ്ട്? ഇതിലൊക്കെ ചിന്തിക്കാൻ നമുക്ക് ഗുണപാഠമുണ്ട്. നമ്മളൊന്നുമല്ല എന്നാണ് ഈ അറിഞ്ഞത്. നമ്മുടെ ശക്തിയോ നമ്മുടെ മസിൽ പവറോ ഒന്നുമല്ല. നമ്മുടെ ശക്തി ഒന്നുമല്ല. അവരുടെ ശക്തി എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതാണ്. അതിനു മാത്രം ശക്തരാണ് മലക്കുകൾ. രണ്ടാമതായി, മലക്കുകളിലുള്ള ഈമാൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണപാഠത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിന് നന്ദി കാണിക്കാൻ മാത്രം ഈ മലക്കുകളുടെ സൃഷ്ടിപ്പിൽ നമുക്ക് ഗുണപാഠമുണ്ട്. കാരണം അള്ളാഹു ഏൽപ്പിച്ച ജോലികളൊക്കെ ഈ മലക്കുകൾ ചെയ്യുന്നത്, അതൊക്കെ ആർക്കാണ് ഗുണം? അതിൻ്റെ ഗുണം കിട്ടുന്നത് നമുക്കാണ്. വഹയുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുന്നു. അതാർക്കുള്ള ഗുണമാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ മഴ, മറ്റുള്ള ജോലികൾ, ഇതൊക്കെ അള്ളാഹു മലക്കുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഒരുപാട് ജോലികൾ മലക്കുകൾക്ക് അള്ളാഹു ഏൽപ്പിച്ചു നമ്മൾ കേട്ടു. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മുടെ കാര്യത്തിൽ നൽകിയ പരിഗണന ഇതിലൂടെ അള്ളാഹു അറിയിച്ചു തരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന് നാം നന്ദി കാണിക്കേണ്ടതുണ്ട് എന്നത് മലക്കുകളിലുള്ള ഈമാൻ നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം, മലക്കുകളെ നാം സ്നേഹിക്കേണ്ടതുണ്ട്. കാരണം മലക്കുകൾ ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിനെ ധിക്കരിക്കാതെ ഇടവേളയില്ലാതെ റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്.
ഒരാൾ എത്ര കണ്ട് അള്ളാഹുവിൻ്റെ ദീൻ അനുസരിക്കുന്നുവോ അത്ര കണ്ട് അയാളോട് നമുക്ക് സ്നേഹമുണ്ടായിരിക്കണം. മലക്കുകൾ എന്നത് സ്നേഹിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവരാണ്. കാരണം അവർ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടും. അവർ അള്ളാഹുവിനെ സദാസമയം ആരാധിക്കുന്നവരാണ്, അതും ഏറ്റവും നല്ല രൂപത്തിൽ, നമ്മളെ പോലെയല്ല. അതുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കുക എന്നത് ഇത് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണപാഠത്തിൽപ്പെട്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ അൽ ഈമാനു ബിൽ മലായിക എന്ന കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുവാനും അതിലായി മരിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനിൽ യാതൊരു വക്രതയുമില്ലാതെ, വളവില്ലാതെ, ഒരു പോറലുമേൽക്കാതെ മരണം വരെ മുന്നേറാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ഷിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.